പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളിൽ നേതാക്കൾക്ക് താക്കീതുമായി കോൺഗ്രസ്. എക്സ് അക്കൗണ്ടിൽ പ്രധാനമന്ത്രിക്കെതിരായ വിമർശനം പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ സാഹചര്യത്തിലായിരുന്നു തീരുമാനം. രാഗേഷ് വിവരങ്ങളുമായി. രാഗേഷ്, ഈ എക്സിലെ ഈ പോസ്റ്റ് വലിയ വിവാദമായിരുന്നു. അത് സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ രീതിയിൽ പ്രചരിക്കുകയും അത് പാകിസ്ഥാൻ തന്നെ ആയുധമാക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എന്താണ് കോൺഗ്രസ് ഒരു നിലപാടായി സ്വീകരിക്കുന്നത്? അതെ ശ്രീജ, കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ വിവാദങ്ങളും തുടരുകയാണ്. പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലും അല്ലാതെയും ഒക്കെ തന്നെ നേതാക്കൾ നടത്തുന്ന പ്രതികരണങ്ങളിലാണ് ഇപ്പോൾ പാർട്ടി തന്നെ ഇടപെട്ടിരിക്കുന്നത്. ഒരു വിശദമായ കത്ത് തന്നെ PCCക്ക് AICC നൽകിയിരിക്കുകയാണ്. അതിലാണ് പാർട്ടി പ്രമേയം പാലിക്കാൻ അംഗങ്ങൾ, അത് മന്ത്രിമാരായിക്കോട്ടെ, നേതാക്കളായിക്കോട്ടെ, പാർട്ടി വക്താക്കളാകട്ടെ, മീഡിയ പാനലിസ്റ്റുകളാകട്ടെ, ആരുമാകട്ടെ, അവരെല്ലാം തന്നെ പാർട്ടി നിർദ്ദേശം പാലിക്കാൻ തയ്യാറാകണം, അച്ചടക്കം പാലിക്കണം. അല്ലാത്ത പക്ഷം അത് അച്ചടക്ക ലംഘനമായി കണക്കാക്കുമെന്നാണ് ഇപ്പോൾ നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇന്നലെ പ്രധാനമന്ത്രിയുടെ ചിത്രം കോൺഗ്രസ് ഔദ്യോഗിക എക്സ് ഹാൻഡിൽ പങ്കുവച്ചിരുന്നു. അതിൽ പ്രധാനമന്ത്രിയുടെ ചിത്രമുണ്ട്, പക്ഷേ തലയുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, നിർണായക സമയങ്ങളിൽ കാണില്ല എന്ന പ്രതികരണം കൂടി, എന്ന വാചകം കൂടി അതിനൊപ്പം ഉൾപ്പെടുത്തിയിരുന്നു. ഇത് പലതരത്തിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചു. BJP ആദ്യം ഇതിന് രംഗത്ത് വന്നു. മുസ്ലിം ലീഗ് 2.0 ആണ് കോൺഗ്രസ് എന്ന വിമർശനം അവർ നടത്തി. പക്ഷേ പാകിസ്ഥാനിലടക്കം ഇത് ചർച്ചയായ സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ ട്വീറ്റ് പിൻവലിക്കുന്ന നടപടിയിലേക്ക് കോൺഗ്രസ് പോകേണ്ടി വന്നത്. മാത്രമല്ല, INC കേരളയും നേരത്തെ എങ്ങനെ ഇത്തരം അകലെയുള്ള സ്ഥലത്ത് ആക്രമണം നടത്തിയെന്ന ചോദ്യമൊക്കെ തന്നെ പാക് മന്ത്രിമാരൊക്കെ തന്നെ റീട്വീറ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അവിടെയും വലിയ വിമർശനങ്ങളുണ്ടായി. സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾക്ക് പുറമെ പല നേതാക്കൾ നടത്തിയ പ്രസ്താവനയും ഇതിനോടൊപ്പം വലിയ വിവാദമായിട്ടുണ്ട്. സിദ്ധരാമയ്യ കർണാടക മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം യുദ്ധത്തോട് തനിക്ക് യോജിപ്പില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷേ സുരക്ഷാ വീഴ്ചയുണ്ടായി, ഇന്റലിജൻസ് ഫെയിലിയർ ഉണ്ടായി എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു. അതിനേക്കാൾ വലിയ രീതിയിൽ കടത്തി പറയുന്ന പ്രതികരണം മറ്റൊരു മന്ത്രിയായ കർണാടക മന്ത്രിയായ RB തിമ്മാപ്പൂർ കഴിഞ്ഞ ആഴ്ച നടത്തിയിരുന്നു. അതിങ്ങനെയായിരുന്നു, അതായത് ഈ മതം ചോദിച്ചിട്ടില്ല, അങ്ങനെ പറയുന്നത് തെറ്റാണ്. അതായത് ഈ ദൃക്സാക്ഷികളും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങളും പറയുന്നത് ശരിയെല്ലാം തരത്തിൽ അദ്ദേഹം പ്രസ്താവന നടത്തി. അതൊക്കെ തന്നെ വലിയ രീതിയിൽ കോൺഗ്രസിന് തിരിച്ചടി ഉണ്ടായി എന്ന തോന്നലിൽ തന്നെയാണ് ഇപ്പോൾ നേതൃത്വം ഇത്തരം ഒരു ഇടപെടലിലേക്ക് പരസ്യമായി തന്നെ വാർത്താക്കുറിപ്പ് ഇറക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. ഏതായാലും പാർട്ടി നിർദ്ദേശം പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന പ്രതികരണമാണ് ഇപ്പോൾ നേതൃത്വം നടത്തിയിട്ടുള്ളത്. ശ്രീജ, ആവേശത്തോടെയുള്ള പോസ്റ്റുകൾ അത്രയ്ക്ക് വേണ്ട, ഒരു അല്പം ആവേശം കുറയ്ക്കാമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരോടും ഒപ്പം കോൺഗ്രസ് നേതാക്കളോടും പറയുന്നത്. ഭീകരാക്രമണ വിഷയവുമായി ബന്ധപ്പെട്ട് പല പോസ്റ്റുകളും വിവാദമായതിനെ തുടർന്നാണ് ഇങ്ങനെ ഒരു നിലപാടിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നത്.